guys, it's me Anu and welcome to me Anu's official YouTube channel. ആൻഡ് ഇന്ന് ഏപ്രിൽ 6 നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പാമ്പാടിയിലുള്ള പോലീസ് സ്റ്റേഷൻ വരെ ആയിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമുക്കൊരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടി പ്രമാണിച്ച്. ഹാഫ് അവർ വൈകിയാണ് ഞങ്ങൾ ചെന്നത് എങ്കിലും എല്ലാം കഴിയാറായി എന്ന് വിചാരിച്ചപ്പം ഒന്നും തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. DYSP വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള മീറ്റിംഗ് നമ്മൾ കൂടിയ ശേഷം അടുത്തുള്ള ബേക്കറിയിൽ ചെന്നിട്ട് നമ്മളൊരു ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനർജറ്റിക് ആയ ശേഷം നമ്മൾ പൊൻകുന്നത്തേക്കുള്ള ബസ് കയറി. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇത് കണ്ടോ, നല്ല രസമില്ലേ, കൊള്ളാല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് കുറച്ച് അവയർനെസ് ക്ലാസ് പോലത്തെ കാര്യങ്ങളൊക്കെ എനിക്കിത് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടതെന്നൊക്കെ. കാരണം ഞാനിപ്പം 3ാമത്തെ തവണയാണ് ഈ വർഷം അവിടെ കൂട്ടുമ്പോഴത്തേനും എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ എനിക്ക് മടിയായിരുന്നു, പിന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് ഒറ്റ മൈൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ കൂടെ അങ്ങ് പോയതാണ്. വേറൊരു ഫ്രണ്ട് ഉണ്ട്, അതായത് ഞങ്ങളിങ്ങനെ കമ്പനി ആയതാണ്, ഒരു 3 പേര്. ഞങ്ങളിങ്ങനെ ഒരു ദിവസം സ്റ്റേഷനിൽ വന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് വന്ന് ഇങ്ങനെ കമ്പനി ആയത്. അപ്പോൾ ഞങ്ങളിലൊരാൾക്ക് എക്സാമാണ്, പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങ് പോകാമെന്ന് ഓർത്തു. ഞങ്ങളുടെ പരിധി എന്ന് പറഞ്ഞാൽ പാമ്പാടിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാമ്പാടി പോകണമായിരുന്നു പൊന്നുകത്തുനിന്ന്. അങ്ങനെ ഏതെങ്കിലും താമസിച്ചെങ്കിലും ഞങ്ങൾ വിചാരിച്ച് എങ്ങനെ കയറി ചെല്ലും എന്നൊക്കെ. പക്ഷെ കറക്റ്റായിരുന്നു, ഒന്നും തുടങ്ങിയ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പുതിയതായിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് പോയി. ഇനിയിപ്പം നമുക്ക് ഇലക്ഷൻ്റെ അന്നത്തെ 8ഉം 9ാം തീയതിയും വിശേഷങ്ങളും കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നമ്മൾ 7ാം തീയതി രാത്രിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. 8ാം തീയതിയിലോട്ടും അതുപോലെ തന്നെ 9ാം തീയതിയിലോട്ടുമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം പാക്ക് ചെയ്യുന്നതായിരുന്നു ഈ ഉണ്ടായിരുന്നത്. ഏകദേശം കഴിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കാനൊക്കെ ആയപ്പോഴാണ് ഞാൻ പാക്കിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തേനായതുകൊണ്ട് തന്നെ ഒരു ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഇടാൻ. അതുപോലെ തന്നെ നമ്മൾ സാധാ ഉള്ള ഒരു കാഷ്വൽ ഡ്രസ്സും, പിന്നെ ബെഡ്ഷീറ്റ്, നമ്മുടെ കാഷ്വൽ ഡ്രസ്സസ്, അത്യാവശ്യമായിട്ടുള്ള പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുത്തി നിറച്ച് ഒരു ബാഗിൽ സെറ്റ് ചെയ്തു. കാര്യമായിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ ആക്ച്വലി അന്നത്തെ ദിവസം, അതായത് 8ാം തീയതി നമുക്ക് ആക്ച്വലി ഡ്യൂട്ടി ഒന്നും ഇല്ല. അന്നത്തെ ദിവസം വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് വരാറാണ് പതിവ്. മീൻസ് രാത്രിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ. ഇതിപ്പം എനിക്ക് അന്നത്തെ ദിവസം, അതായത് തലേ ദിവസം എനിക്ക് പാലയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്തോ DYSP ഓഫീസിൽ നിന്ന് വന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. സോ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവേ മാറി ഞാൻ പാലയിലോട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിരുന്ന ആരെയും അല്ല കാണാൻ പോകുന്നത്, വേറെ ആൾക്കാരെ ആയിരുന്നു. പിന്നെ എനിക്ക് അഭിഷിക്ത് എന്ന് പറയുന്നൊരു ഫ്രണ്ട് കൂടെ ഉള്ളതായിട്ട് ആ ലിസ്റ്റിൽ കണ്ടു. എങ്കിൽ പോലും ബൂത്തിൽ ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞ തവണ ഉണ്ടായപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആക്കിയതാണ്. പക്ഷേ ഞാൻ മാത്രമാണ് അതിൽ നിന്നും മാറിപ്പോയത്. ലിസ്റ്റിൽ ആദ്യം പേര് കൊടുത്തത് ഞാൻ, പക്ഷേ ലിസ്റ്റ് വന്നപ്പം ഏറ്റവും അപ്പുറത്തുള്ളതും ഞാൻ തന്നെ. പിന്നെ ആക്ച്വലി എന്നും ആരും പെർമനൻ്റ് അല്ലല്ലോ, നമ്മൾ നമ്മുടെ കാര്യം ഡിപ്പെൻഡബിൾ ആവാതെ നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എനിക്ക് പോരാൻ പറ്റിയില്ല, അല്ല എനിക്കവിടെ നിൽക്കാമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഇതിൽ ഞാൻ ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നിൽക്കാൻ തന്നെയായിരുന്നു കേട്ടോ മൈൻഡ്. ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാവശ്യത്തിന് വിളിച്ചാലോ അങ്ങനെ ഒഫീഷ്യലായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിന്നേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പും അതുപോലെ തന്നെ ജീൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ വ്ളോഗിലെ ഡേ 3യും പക്ഷേ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഡേ 1ഉം ആയിട്ടുള്ള ഏപ്രിൽ 8ാം തീയതി നമുക്ക് രാവിലെ 8 മണിയാകുമ്പോഴത്തേനും പാലയിലുള്ള കളക്ഷൻ സെൻറ്റർ കാർമൽ സ്കൂളിൽ എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊൻകുന്നത്തുനിന്ന് ഞാൻ 7 മണിയായപ്പോൾ ബസ്സിൽ കയറി കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് അഭിഷിക്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അവനുള്ളായിരുന്നുകൊണ്ട് തന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഒരുവിധം എത്തിപ്പറ്റി. നമ്മുടെ കൂടെ ഒരു ഓഫീസേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ബൈ ചാൻസിൽ ഫ്രണ്ടായിട്ട് കിട്ടിയതാണ്. പിന്നെ മാം എവിടേക്കോ പോയി, നമുക്കങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പം കളക്ഷൻ സെൻറ്ററിൽ ബാലറ്റ് വെട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഡിലേ ആവും. നമ്മൾ രാവിലെ അവിടെ ചെന്ന് നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഡ്യൂട്ടി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് 9th ബട്ട് 8th നമ്മൾ റെസ്പോൺസിബിൾ ആണ്.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബൂത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ അലോട്ട് ചെയ്ത ബസ്സിൽ കയറി ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സ്കൂളോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ ഒരു സാംസ്കാരിക കേന്ദ്രം 2-ാം മൈലിലുള്ളതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ആ ഒരു ബൂത്തിൽ, ഒറ്റ SPO ഉള്ളൂ, പിന്നെ ഉള്ളതൊരു CPO ആണ്. കഴിഞ്ഞ CPO എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചങ്കൊക്കെ ആയിരുന്നു. പക്ഷേ ഈ CPOടൊന്നും എനിക്ക് അത്രയും കമ്പനിയൊന്നും ആവാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഒരു ഒറ്റപ്പെട്ട വൈബ് എനിക്ക് ഫീൽ ചെയ്തു. സ്കൂളൊക്കെ ആണെങ്കിൽ പല പല ബൂത്ത് കണ്ടേനെ. പിന്നെ ഇതൊക്കെ ഞാൻ ഒട്ടിക്കാൻ കൂടി. ഇതൊന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല, പക്ഷെ നമ്മളിതൊക്കെ വെറുതെ ഇരിക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതി പ്രിസൈഡിങ് ഓഫീസേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവർക്കൊത്തിരി കാര്യങ്ങളൊക്കെ എഴുതാനും കീറാനും ഒക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഞാനിതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഓഫീസേഴ്സിൻ്റെ കൂടെ അടുത്തുള്ള കടയിൽ വന്നു. അതിനുശേഷം അവിടെ കിടക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു വീട് നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2nd ഫ്ലോർ. അതുകൊണ്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമയമായപ്പോഴത്തേനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ 3-4 കട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സേഫായിട്ട് തന്നെ ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടി ഡേ ആണ് കേട്ടോ. രാവിലെ 5 മണിക്ക് ഒരുങ്ങി റെഡിയായി നമ്മൾ ചെന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇപ്പോൾ സമയം 5 മണി. ദിവസം ഏപ്രിൽ 9, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയുടെ ഇലക്ഷൻ. അപ്പം രാവിലെ ഒരു 4:15 കഴിഞ്ഞപ്പോൾ തനിയെ എണീറ്റ്. അങ്ങനെ ഇപ്പം സമയം 5 മണി. നമ്മൾ അങ്ങനെ നമ്മൾ വോട്ട് പോളിന് വേണ്ടിയിട്ട് നമ്മൾ ബൂത്ത് സ്റ്റേഷന് വെളിയിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം വരുന്ന ആൾക്കാരെല്ലാം കറക്റ്റായിട്ട് വിടണം, തിക്കും തിരക്കും ഉണ്ടാകാൻ നോക്കണം, കൗണ്ട് കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കണം, അതിനനുസരിച്ച് വേണം റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കാൻ. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത്. ഇവിടെ ആക്ച്വലി എടുക്കുമ്പം ഭയങ്കര ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇവിടെ ഫുൾ വെബ്ക്യാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അവിടെ എവിടെയൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പം പിന്നെന്താ പറയാനുള്ള, വലിയ ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പഞ്ചിലാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഭയങ്കര പെട്ടെന്ന്. കാരണം എന്നെ ഇവർ ടീച്ചേഴ്സൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ലാസ്റ്റ് വിളിക്കാനിരുന്നു. അതുകൊണ്ട് ഞാൻ 3-ാമത്തെ ആൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും തനിയെ എണീറ്റു. അങ്ങനെ 3-ാമത്തെ ആൾ ഒരുങ്ങി തീരുന്നതിന് മുന്നേ ഞാൻ ഒരുങ്ങി തീരുകയും ചെയ്തു. എന്തായാലും പിന്നെ അവിടെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ള CPO പോലീസ് ഒരുങ്ങുന്നതേ ഉള്ളൂ. അപ്പം 5:30 ഉള്ളൂ, 5:15 5:30 ആകുമ്പോഴത്തേനുമാണ് നമുക്ക് മോക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയും ഐ തിങ്ക് ഇനി വോയിസ് ഓവർ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. മീൻസ് ഓൺ വോയിസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ ഇപ്പോഴേ പറയുന്നത്. അപ്പം ഇത്രയും പരിപാടികളാണ് നമുക്കിന്നുള്ളത്. അപ്പം ഏകദേശം ഇവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കണം. ശരിക്കും പോകാൻ പറ്റത്തില്ല, പക്ഷെ പാലയിലായതുകൊണ്ട് എനിക്ക് തിരികെ പോകാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന്. ഇവിടെ ആക്ച്വലി 800 സംതിങ് ഉണ്ട് ആൾക്കാർ വോട്ട് ചെയ്യാൻ. ഇതൊരു വിജനമായ പ്രദേശമാണ് എങ്കിലും ഫുൾ അങ്ങോട്ടേക്ക് കോളനീസാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എത്ര വരുമെന്ന്. അപ്പം എന്താണ്, അത്രയേ ഉള്ളൂ. വെളുത്തലത്തെ കാലാവസ്ഥയൊക്കെ ഞാൻ എപ്പോഴും കാണുന്നത് കേട്ടോ. കാരണം ക്യാമ്പൊക്കെ ഉള്ളപ്പം ഇതിലും നേരത്തെ എണീക്കണമല്ലോ. കൊള്ളാം, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സാധനം കാണിച്ചില്ല. സ്പെഷ്യൽ പോലീസ് ഓഫീസർ. ഈ ബാഡ്ജ് നമ്മളിന്ന് കുത്തി വെക്കണം. ഇതിനിപ്പം ആക്ച്വലി ഇതുണ്ട്, ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള പശയുണ്ട്. ട്രാക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് കറക്റ്റ് വണ്ണോ. ഇന്നലെ എനിക്ക് ഭയങ്കര ലൂസായി. ആക്ച്വലി ഇത് പിൻ കുത്തി വെക്കാറാണ് പതിവ്. ഇപ്രാവശ്യമാണ് ഇങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ കുത്തി നമ്മളിങ്ങനെ റെഡി വെച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു തീർന്ന് നാക്കെടുത്തപ്പം വെബ്കാസ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള വാസുദേവ് വന്നിട്ടുണ്ടായിരുന്നു. ആളുമായിട്ട് അതായത് തലേദിവസം ജസ്റ്റ് ഒന്ന് കമ്പനി ആയെങ്കിലും ഒത്തിരിയൊന്നും കമ്പനി ആയില്ല. കാരണം 6 മണിയായപ്പോൾ ആൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ടൈമിൽ ഡ്യൂട്ടി ഉള്ളൂ.
അപ്പം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നിന്നപ്പോഴത്തേനും അവൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഇതാണ് നമ്മുടെ BLO, അതായത് ബ്രാഞ്ച് ലെവൽ ഓഫീസർ. അപ്പം ആള് അതുൽ സാറാണ്, പക്ഷെ ഞങ്ങൾ ചങ്കചക്കൊക്കെ ആയതുകൊണ്ട് ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവർ രണ്ടുപേരുമായിരുന്നു എനിക്ക് കമ്പനി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ കമ്പനി ആണെങ്കിൽ പോലും അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അകത്താണല്ലോ. സോ പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ അന്ന് നല്ല രീതിയിലുള്ള തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലുള്ള കൂട്ടി ഇവർ രണ്ടുപേരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേറെ ബൂത്തില്ലാന്നും വേറെ കമ്പനി ഇല്ല, വേറൊരു ജനക്കൂട്ടം ഇല്ല, ആ ഒരു സംഭവം എല്ലാം എനിക്ക് ഇവർ വന്നോടുകൂടി മാറി. എല്ലാവരും ചോദിച്ചത് ഞാനും വാസു, അതായത് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളും ഒക്കെ നേരത്തെ പഠിച്ചതാണോ, കാരണം അത്രയും നേരം നിശബ്ദമായിരുന്നു ഞാൻ, പെട്ടെന്നായിരുന്നു ഓണായത്. അപ്പം അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുമായിട്ട്. We are going to Yes guys. Guys, എനിക്ക് കിട്ടിയൊരു കൂട്ടാണ് ഈ നെത്തോലി. എനിക്ക് കിട്ടിയൊരു അലവലാതിയാണിത്. പക്ഷെ ഞങ്ങളുടെ മൂഞ്ചി കുത്തിയിരിക്കുമായിരുന്നു കഴിച്ച്. ഇത്രയും 3G ആയിട്ടൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഇതേ ഇവനെ കിട്ടിയത്. വെബ് കാസ്റ്റിംഗ് ആന്ന് പറഞ്ഞു വന്നിരുന്നതാണ്. ഞാൻ വിചാരിച്ചേ ഏതോ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നെയാണ്. ഒരു ബാഗൊക്കെ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ 5ാം ക്ലാസ്സിലെ കൊച്ചവിടെ ഇരിക്കുന്ന സൈഡിൽ ഞാൻ വന്നപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ആളെ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ BLO. ആൾക്ക് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, എൻ്റെ ചേച്ചിയേക്കാളും 1 വയസ്സിന് മുട്ടയാ അല്ലേ. ഇലക്ഷൻ്റെ അന്ന് ലൈം ഓടിക്കാൻ എത്തിയത് ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ മാറാൻ പറ്റുമായിരിക്കും. മാറാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾ മാറി. അപ്പം അകത്തുള്ള ഓഫീസേഴ്സിന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല, കാരണം അവർ വന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഉച്ച വരെ ആയിരുന്നു നല്ല രീതിയിലുള്ള ആളെന്ന് വെച്ചാൽ ഒരൊറ്റ ഗ്യാപ്പില്ലാതെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞതിന് ശേഷം 1 2 ആൾ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട്, ആ ഒരു ഇതിൽ നമുക്ക് ആൾക്കാർ വരുന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ഞങ്ങൾ സൈഡിൽ കൂടി എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, എല്ലാവരുടെയും പോലെയല്ല, എൻ്റെ ഒരു പ്രത്യേകതരമായ കണ്ണാണ്, ഹൂഡഡ് ഐസാണെന്ന്. അപ്പം തൊട്ട് തുടങ്ങിയതാണ് എല്ലാം കൂടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി വീഡിയോസ് എടുത്തു കേട്ടോ, കാരണം ഇനി എന്ന് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ഇവരൊക്കെ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന പനമറ്റമാണ്, അതായത് 2ാം മൈൽ കഴിഞ്ഞിട്ടുള്ള കൂരാലി. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇനി കാണുമോ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതും നമ്മൾ അവിടെ നിന്ന് മാറി നിന്നതും ഇതുകൊണ്ട് ഒറ്റ ആൾ പോലും ഇല്ലായിരുന്ന സമയത്തൊക്കെയാണ്. ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ അറിയാം. അങ്ങനെ എനിക്ക് നല്ല 2 സുഹൃത്തുക്കളെയാണ് ഈ ഒരു ഡ്യൂട്ടി കഴിയുമ്പം കിട്ടുന്നത്. ഒരാൾ എൻ്റെ അനിയനായിട്ടും ഒരാൾ എൻ്റെ ചേട്ടനായിട്ടും. കഴിഞ്ഞ 2 വർഷത്തെ പോലെ തന്നെ എനിക്ക് വിഷമമായിരുന്നു ഇത്തവണ പോരുമ്പോഴും. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പരിചയപ്പെടുന്നതാണെങ്കിലും പോരുമ്പം നമ്മൾ ഭയങ്കര അൺബ്രേക്കബിൾ ബോണ്ടായിട്ടായിരിക്കും എല്ലാ തവണയും പോരാറ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.